ഹലോ, നമ്മളിന്ന് വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷേ അറിയാത്തവർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് പുതിയ മാക് യൂസേഴ്സിന് എങ്ങനെയാണ് നമ്മുടെ പവർ പോയിൻറ്റ് അല്ലെങ്കിൽ വേർഡ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാക്കിൽ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഭയങ്കര ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ പെയ്ഡ് വേർഷനല്ല, ഫ്രീ വേർഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഏത് വാങ്ങണം, അല്ലെങ്കിൽ എവിടെ എന്ത് ഡൗൺലോഡ് ചെയ്യണം, ഏത് ഡൗൺലോഡ് ചെയ്തിട്ടാണ് യൂസ് ചെയ്യേണ്ടത്, ഡൗൺലോഡ് ചെയ്യാതാണ് യൂസ് ചെയ്യണം, ഇങ്ങനെ കുറേ കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയുള്ളൊരു കുഞ്ഞു വീഡിയോ ആണിത്. നമുക്കിതിനകത്ത് എങ്ങനെ സിമ്പിളായിട്ട് പുതിയ മാക് യൂസേഴ്സിന് എങ്ങനെയായിട്ട് ഇത് യൂസ് ചെയ്യാം, അല്ലെങ്കിൽ മാക്കല്ല ഏതാണെങ്കിലും, ഇനിയിപ്പോൾ ഐപാഡിലാണെങ്കിലും എവിടെയാണെങ്കിലും എങ്ങനെ നമ്മുടെ വേർഡ് അല്ലെങ്കിൽ പവർ പോയിൻറ്റ്, എക്സൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എങ്ങനെ വളരെ സിമ്പിളായിട്ട് യൂസ് ചെയ്യാം. ഇനി അതില്ലെങ്കിൽ തന്നെ നിങ്ങൾക്ക് എങ്ങനെ ഇതൊന്നും ഇല്ലാണ്ട് തന്നെ നമുക്ക് എങ്ങനെ നമ്മുടെ മാക്കിലുള്ള സോഫ്റ്റ്വെയർസ് യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് ഇതൊക്കെ എഡിറ്റ് ചെയ്യാം എന്നുള്ളൊരു ചെറിയൊരു വീഡിയോ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കൂടുതൽ പറഞ്ഞു കിട്ടുന്നില്ല, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെബ് ബ്രൗസർ എടുക്കുക. ഞാൻ സഫാരിയാണ് യൂസ് ചെയ്യുന്നത്. സഫാരി എടുത്തു. അതിനകത്ത് നമ്മൾ സെർച്ച് ചെയ്യുക വേർഡെന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്താ കിട്ടുക, മൈക്രോസോഫ്റ്റ് വേർഡ് നമുക്ക് വന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന പോലെയാണ് നമുക്ക് ഇതിൻ്റെ ഇൻ്റർഫേസ് കാര്യങ്ങളൊക്കെ വരുന്നത്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ക്രിയേറ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എന്നുള്ളത് കൊടുക്കുക. നമ്മൾ പുതിയൊരു ഡോക്യുമെൻ്റാണ് ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ. അല്ലാണ്ട് നമുക്കൊരു ഡോക്യുമെൻ്റ് ഉണ്ട്, അത് അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാനാണെങ്കിൽ നമുക്ക് ഈ ഒരു അപ്ലോഡ് ഓപ്ഷനിൽ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്യാൻ പറ്റും. ഇത് അപ്ലോഡ് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. നമ്മളിത് രണ്ട് ചെയ്യണമെങ്കിൽ നമുക്ക് സൈൻ ഇൻ ചെയ്യണം. നമ്മൾ സൈൻ ഇൻ ചെയ്യണമെങ്കിൽ നമ്മൾ സൈൻ ഇൻ പരിപാടികളൊക്കെ ചെയ്യുക. ഓക്കെ, നമ്മളിപ്പോൾ സൈൻ ഇൻ ചെയ്തിട്ടുണ്ട്. ഇനി സൈൻ ഇൻ ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ഈസിയാണ്. നമുക്ക് ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്യാം. നമുക്ക് ഓൾറെഡി ഡോക്യുമെൻ്റ് ഉണ്ട്, അപ്ലോഡ് ചെയ്ത് ഇവിടെ അപ്ലോഡ് ഡോക്യുമെൻ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഇവിടുന്ന് അപ്ലോഡ് ചെയ്തിട്ട് നമുക്കത് എഡിറ്റ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്രിയേറ്റ് ബ്ലാങ്ക് ഡോക്യുമെൻ്റ് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ പുതിയൊരു ഡോക്യുമെൻ്റ് ആയി വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഡൗൺലോഡ് ചെയ്യാണ്ട് തന്നെ നമുക്ക് ഈ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്ക് പ്ലീസ് സബ്സ്ക്രൈബ്, നമ്മളിങ്ങനെ ഒരു ചെറിയൊരു ടെക്സ്റ്റ് ഇവിടെ കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് ഇതിനകത്ത് എന്ത് വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സാധാരണ നമ്മൾ വേർഡിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് ചെയ്യാം. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഫയലിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിത് എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. എക്സ്പോർട്ട് ചെയ്യുന്നതിൽ നമുക്ക് PDF ആയിട്ട് എക്സ്പോർട്ട് ചെയ്യാം. അതല്ലാണ്ട് നമുക്കിത് ഷെയർ ചെയ്ത് കൊടുക്കണേ അങ്ങനെ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ എല്ലാ പരിപാടികളും നമുക്ക് ഇതിനകത്ത് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ സേവ് ചെയ്യണമെങ്കിൽ സേവ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളും എല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് അത്യാവശ്യം ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. നമ്മൾ സാധാരണ എങ്ങനെയാണ് വേർഡ് യൂസ് ചെയ്യുന്നത് ആ രീതിയിൽ തന്നെ നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഫയൽ ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ പ്രിൻറ്റ് ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ എല്ലാ പരിപാടികളും നമുക്കിങ്ങനെ നമ്മൾ വെബ്സൈറ്റിൽ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്കിതൊക്കെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. ഇനി വേർഡ് അപ്പോൾ ഇങ്ങനെയാണ്. അപ്പോൾ ഇനി ഇവിടുന്ന് നമുക്കിനി വേർഡ് മാറ്റിയിട്ട് പവർ പോയിൻ്റ് നോക്കാനാണെങ്കിൽ സെയിം ഇതേപോലെ നമ്മൾ വീണ്ടും സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതേപോലെ നമുക്ക് ആ ഒരു പേജ് ആയിരിക്കും നമുക്ക് വരുന്നത്. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ക്രിയേറ്റ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ കൊടുക്കുക ഒന്നെങ്കിൽ, അതല്ലെങ്കിൽ ഇവിടെ അപ്ലോഡ് ഫയൽ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു PDF നമുക്ക് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റും. ചില ആൾക്കാർക്ക് നമുക്ക് എന്താ ഇത് എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റീഡ് ഓൺലി ഫയൽസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. അല്ലെങ്കിൽ എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന ഫയൽസ് ആണെങ്കിൽ നമുക്ക് എന്തായാലും അതിനകത്ത് വേറെ പ്രശ്നമൊന്നും വരത്തില്ല. റീഡ് ഓൺലി ഫയൽസ് ആണെങ്കിൽ നമ്മുടെ ആ ഒരു സെൻറ്ററിനോട് പറയുക ഇത് റീഡ് ഓൺലി ഫയൽസ് ആണ്, അത് റീഡ് ആൻഡ് റൈറ്റ് ഓൺലി ഫയൽസിലേക്ക് മാറ്റി തരുവാണെങ്കിൽ അത് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർ ചെയ്തു തരുന്നതായിരിക്കും. കാരണം അവർ ഷെയർ ചെയ്യുന്ന സമയത്ത് അതിനകത്ത് അവർ ചെയ്യേണ്ട കാര്യമാണത്. അപ്പോൾ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിയേറ്റ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ കൊടുക്കുക. ക്രിയേറ്റ് ബ്ലാങ്ക് പ്രസൻറ്റേഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്ത് എങ്ങനെയാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഇതിനകത്ത് എല്ലാ ഫീച്ചറുകളും യൂസ് ചെയ്യാൻ പറ്റും. ട്രാൻസിഷൻ, ആനിമേഷൻ, ഡിസൈൻ എല്ലാം ചെയ്യാൻ പറ്റും. അതുപോലെ
അതുപോലെ നിങ്ങളിവിടെ കാണുന്ന പോലെ തന്നെ നമ്മൾ വേർഡിൽ കണ്ട അതേപോലെ തന്നെ നമുക്കിവിടെ എഡിറ്റ്, എക്സ്പോർട്ട്, പ്രിൻറ്റ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെയും ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്യാൻ പറ്റും. ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഡിറ്റ് ആൻഡ് റീഡ് ആൻഡ് റൈറ്റ് എന്നുള്ള ആ ഓപ്ഷനിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ ആ ഒരു ലിങ്ക് ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് നമുക്ക് ഒരേപോലെ നമുക്ക് എഡിറ്റിംഗ് പരിപാടികളെല്ലാം വിൻഡോസ് യൂസർ ആണെങ്കിൽ അവർക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. നമ്മൾ മാക് യൂസേഴ്സ് വരുമ്പോഴത്തേനും മാക്കിലും വളരെ സിമ്പിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഇതിപ്പോൾ വേർഡ് നമ്മളിപ്പോൾ കണ്ടു, അതുപോലെ പവർ പോയിൻ്റ് കണ്ടു. ഇനി എക്സലും ഇതുപോലെ തന്നെയാണ്. എക്സൽ നമ്മൾ ഇതേപോലെ തന്നെയാണ്. നമ്മൾ ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇതുപോലെ നമ്മൾ നേരത്തെ പവർ പോയിൻറ്റും അതുപോലെ വേർഡും എങ്ങനെയാണോ വേണ്ട അതേ ഒരു ഫോർമാറ്റിൽ തന്നെയാണ് ഇതും വരുന്നത്. ഇതിനകത്ത് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എഗെയിൻ നമ്മൾ ക്ലിക്ക് ഓൺ ബ്ലാങ്ക് വർക്ക് ഷീറ്റ് എന്ന് പറഞ്ഞ ആ ഒരു സാധനത്തിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് ആ ഒരു വർക്ക് ഷീറ്റ് ഓപ്പൺ ആയി കിട്ടും. നമുക്കിതിനകത്ത് നമുക്ക് വേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. ഇൻസേർട്ടിൽ നമുക്ക് ടേബിൾ അങ്ങനത്തെ പരിപാടികളെല്ലാം ഇതിനകത്ത് അത്യാവശ്യം നല്ല എല്ലാ പരിപാടികളും തന്നെ നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മളൊരു ഓഫീസ് യൂസറൊക്കെ ആണെങ്കിൽ ഇത് ഞാൻ പ്രിഫർ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിത് യൂസ് ചെയ്യുന്നതിൽ ഒരു കുഴപ്പമില്ല. പക്ഷേ നമ്മൾ വിൻഡോസ് യൂസർ അല്ലെങ്കിൽ ഒരു ഓഫീസ് യൂസർ ആകുന്ന സമയത്ത് നമുക്ക് കുറച്ചും കൂടെ മൈക്രോസോഫ്റ്റ് തന്നെയാണെങ്കിൽ അത് കുറച്ചും കൂടെ കോമ്പാക്റ്റിബിലിറ്റി കുറച്ചും കൂടെ നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഞാൻ വിൻഡോസിൻ്റെ ലാപ്ടോപ്പാണ് ഞാൻ ഓഫീസ് യൂസിന് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ അതങ്ങനെ പറഞ്ഞത്. പക്ഷേ നമ്മൾ പേഴ്സണൽ യൂസിനൊക്കെ നമുക്കിത് ധാരാളമാണ്. നമുക്ക് ഈ മാക്കിൽ തന്നെ ഇത് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ ഈ ഒരു പെയ്ഡ് വേർഷൻ വാങ്ങണമെന്നൊരു നിർബന്ധമില്ല. നമുക്ക് ഇതിനകത്ത് സുഖമായിട്ട് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരിപാടികളെല്ലാം നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. ഇത് മൂന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൈക്രോസോഫ്റ്റിൻ്റെ സോഫ്റ്റ്വെയർസാണ്. നമുക്ക് എന്താ പറയുക, ഇത് പെയ്ഡ് വേർഷൻ അല്ല. നമ്മളിതിപ്പോൾ വെബ്സൈറ്റിലൂടെയാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് സഫാരിയിലൂടെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ അതിനകത്തൂടെ നമുക്ക് ഇതേപോലെ യൂസ് ചെയ്യാൻ പറ്റും. ഇതുകൂടാണ്ട് നമുക്ക് ആപ്പിളിൻ്റെ തന്നെ നമുക്ക് ഈ ഒരു എന്താ പറയുക വേർഡും നമ്മുടെ പവർ പോയിൻറ്റും എക്സലും എല്ലാം നമുക്ക് അല്ലാണ്ട് നമ്മുടെ ആപ്പിൾ തന്നെ ഫ്രീ ആയിട്ട് തരുന്ന സോഫ്റ്റ്വെയറിലൂടെ നമുക്ക് ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളിതാ ഇവിടെ നമ്മൾ ഈ ഒരു എന്താ പറയുക ഈ ആപ്സിൽ പോയി കഴിയുമ്പോൾ നമുക്കിവിടെ ഒരു 3-4 ആപ്സ് നമുക്ക് കാണാൻ പറ്റും. നമ്പേഴ്സ്, അതുപോലെ കീ നോട്ട്, ഇതൊക്കെ നമുക്ക് ഇതിനു വേണ്ടി നമുക്ക് ബദലായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സാണ് നമ്മുടെ ഈ ഒരു കീ നോട്ട്സും നമ്പേഴ്സും അതുപോലെ പേജസ് എന്നൊക്കെ പറയുന്നത്. നമുക്ക് ഓൾട്ടർനേറ്റീവായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ആപ്സാണ് നമുക്കിതിനകത്ത് വരുന്നത്. ഞാൻ ആദ്യം നിങ്ങൾക്ക് കീ നോട്ട്സ് കാണിച്ചു തരാം. കീ നോട്ട്സ് ആണ് നമ്മുടെ പവർ പോയിൻറ്റിൻ്റെ നമ്മുടെ ഒരു ഓൾട്ടർനേറ്റീവായിട്ട് വരുന്നത്. കീ നോട്ട്സിൽ നമുക്ക് ഇതേപോലെ നമുക്ക് ഏത് പ്രസൻറ്റേഷനാണോ വേണ്ടത്, എങ്ങനെയാണോ വേണ്ടത്, ഏത് തീമിലാണോ വേണ്ടത്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതേപോലെ കീ നോട്ട്സിൽ ഇതേപോലെ നമുക്ക് ഓരോന്ന് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ബേസിക് ബ്ലാക്ക് ആണെങ്കിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആയി കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെ നമുക്ക് പ്രസൻറ്റേഷനകത്ത് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ടൈപ്പ് ചെയ്യുക, അങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓട്ടോ കറക്ഷൻ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ദ ചാനൽ അപ്പോൾ കണ്ടോ, ഇതുപോലെ നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിത് വേണമെങ്കിൽ നമുക്ക് ആ ഒരു എന്താ പറയുക നമ്മുടെ മൈക്രോസോഫ്റ്റ് പവർ പോയിൻറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആ ഒരു പ്ലേ ബട്ടൺ ഉള്ള പോലെ നമുക്കിവിടെ പ്ലേ ബട്ടൺ ഉണ്ട്. നമുക്ക് ഇപ്പുറത്തായിട്ട് ആഡ് സ്ലൈഡ് കൊടുക്കാൻ പറ്റും. അത് ഏത് സ്ലൈഡ്, അതിപ്പോൾ 2 സെക്കൻഡറി സ്ലൈഡ് ആകുമ്പോൾ അത് ഏത് രീതിയിൽ വേണം, ഏത് ഫോർമാറ്റിൽ വേണം, ഏത് ടെംപ്ലേറ്റിൽ വേണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഇത് കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് വേണമെങ്കിൽ ബ്ലാങ്ക് ആയിട്ട് നമുക്ക് ഇതിനെ ആഡ് ചെയ്യാൻ പറ്റും. ടേബിൾസ്, ചാർട്ട്, അതുപോലെ ഈ ടെക്സ്റ്റ്, ഷേപ്പ്, മീഡിയ ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇവിടെ നമുക്ക് മേളിലായിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഇപ്പുറ സൈഡിലായിട്ട് ആനിമേഷൻ വേണമെങ്കിൽ ആനിമേഷൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും. ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വൈറ്റ് വേണോ ബ്ലാക്ക് വേണോ അങ്ങനത്തെ സാധനങ്ങൾ, അല്ലെങ്കിൽ ഡൈനാമിക് ആയിട്ട് ഇങ്ങനെ ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്ന രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് വേണോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതിനകത്ത് സെലക്ട് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്കിനി വേണ്ട, ഇനി ഇതൊന്നും പോരാ, എനിക്ക് വേറെ രീതിയിലുള്ള സാധനങ്ങൾ വേണമെന്ന് പിന്നെ തോന്നുവാണെങ്കിൽ പോലും നമുക്കിത് ഇവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ മാറ്റാൻ പറ്റും. ഇതുണ്ടോ, നമുക്കിതിൻ്റെ അതിൻ്റെ ഒരു ലേഔട്ട് കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ പറ്റും. കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. നമ്മൾ മറ്റേതിൽ ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് ഇതിനകത്തും കമൻറ്റ്സ് ആഡ് ചെയ്യാൻ പറ്റും. അല്ലാണ്ട് നമുക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും എന്തൊക്കെ നമുക്ക് പവർ പോയിൻറ്റിൽ ചെയ്യാൻ പറ്റുന്നോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. കീ നോട്ട്സ് നോക്കി വെച്ചോ. കീ നോട്ട്സ് നല്ല വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനമാണ്. ഫ്രീ ആണ്. ഇതിന് 5 രൂപ പോലും നമ്മൾ ആപ്പിളിന് കൊടുക്കേണ്ട ആവശ്യമില്ല. ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ ഇതെല്ലാം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഷെയർ കൊടുക്കുക.
അത് കഴിഞ്ഞിട്ട് എവിടെയാണോ സേവ് ചെയ്യേണ്ടത് അത് നമ്മൾ ഏത് ഫയലിലേക്കാണ് സേവ് ചെയ്യേണ്ടത് അവിടെ നമ്മൾ സേവ് ചെയ്യുക. നമ്മൾ ജസ്റ്റ് അല്ലെങ്കിൽ ഡൗൺലോഡ്സിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുക. നമുക്ക് ഇതിനകത്ത് വേറെ യൂസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടാഗ്സ് ഒക്കെ വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. വേറെ എവിടെയെങ്കിലും യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ടാഗ്സ് നമുക്ക് വേണമെങ്കിൽ കോൾ ഔട്ട് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനത്തെ പരിപാടികളൊക്കെ പറ്റും. വളരെ ബേസിക് ആയിട്ട് ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് സേവ് ചെയ്യുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ടെസ്റ്റ് ഇപ്പോൾ അത് സേവ് ആയിട്ടുണ്ട്. ഡൗൺലോഡ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാവുന്ന പോലെ തന്നെ നമുക്ക് ഇവിടെ നമുക്ക് ഇവിടെ ആയിട്ട് നമുക്ക് ആ ഒരു ടെസ്റ്റ് കാണാൻ പറ്റും. അത് ഓപ്പൺ ചെയ്യാൻ പറ്റും, അത് ഷെയർ ചെയ്യാൻ പറ്റും. ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അതല്ലാണ്ട് നമുക്ക് ഇവിടുന്ന് തന്നെ അല്ലാണ്ട് നമുക്ക് ഷെയർ ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടുന്ന് എയർ ഡ്രോപ്പ് ചെയ്യണമെങ്കിൽ എയർ ഡ്രോപ്പ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് വേറെ എക്സ്പോർട്ട് ചെയ്ത് കൊടുക്കണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ഇതിനകത്ത് ഓപ്ഷൻസ് നമുക്ക് ഇതിനകത്ത് വരുന്നുണ്ട്. ഗിഫ് ആയിട്ട് വേണം, മൂവി ആയിട്ട് വേണം, ഇമേജ് ആയിട്ട് വേണം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ എക്സ്പോർട്ട് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതൊന്നുകൂടെ ഞാൻ കാണിച്ചു തരാം. ഷെയറിൽ പോവുക, അതുപോലെ എക്സ്പോർട്ട് ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എക്സ്പോർട്ടിൻ്റെ സെറ്റിങ്സ് കാര്യങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോണിലൊക്കെ വേണമെങ്കിൽ ഐഫോൺ യൂസറൊക്കെ ആണെങ്കിൽ പട്ടാന്ന് നമുക്ക് ഇവിടെ എയർ ഡ്രോപ്പിൻ്റെ ഇത് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ട്രാൻസ്ഫർ ചെയ്ത് നമുക്ക് മൊബൈലിൽ ആക്സസ് ചെയ്യാനും നമുക്ക് പറ്റും. മൊബൈലിലും ഈ സാധനങ്ങളെല്ലാം അവൈലബിൾ ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. യൂസ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. യൂസ് ചെയ്യാത്ത ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ ഒരു ഇത് പറയുന്നത്. അപ്പോൾ ഇപ്പം ഞാൻ കാണിച്ചു തന്നിരിക്കുന്നത് പവർ പോയിൻറ്റിന് നമ്മുടെ ഓൾട്ടർനേറ്റീവ് ആണ്. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാണ് നമ്പേഴ്സാണ് നമ്മുടെ എക്സലിൻ്റെ ഓൾട്ടർനേറ്റീവ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ അതിൻ്റെ ഓൾട്ടർനേറ്റീവ് ആയിട്ട് വരുന്നത്. ഇതിലാണെങ്കിൽ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. ഫൈനാൻസിൻ്റെ ആണെങ്കിലും പേഴ്സണൽ ടെംപ്ലേറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിപ്പോൾ ഒരു ചെറിയൊരു ബ്ലാങ്ക് പേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണോ നമ്മുടെ എക്സൽ ഓപ്പൺ ആക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് ഇതും നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ ഇവിടെ ഷീറ്റ്സ്, ഇതിനകത്തൊരു ഡിഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സലിലാണെങ്കിൽ നമുക്ക് ഈ ഒരു സാധനം നമുക്കിതാ ഇവിടെയായിട്ടാണ് വരിക. നമുക്ക് ആപ്പിളിലേക്ക് വരുമ്പോഴത്തേനും ഇത് മേളിലായിട്ടാണ് നമ്മൾ ഈ ഓരോ ഷീറ്റിലേക്കുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇതേപോലെ നമുക്ക് ഇവിടെയും കസ്റ്റമൈസ് ചെയ്ത് നമ്മളെങ്ങനെയാണോ എക്സലിൽ നമ്മൾ ഷീറ്റ്സ് അല്ലെങ്കിൽ ആ ഒരു പേജിലേക്ക് സ്വിച്ച് ചെയ്യുന്നത് അതുപോലെ നമുക്ക് ഇവിടെയും ചെയ്യാൻ പറ്റും. അതുപോലെ നമ്മളിത് ചെയ്ത് കഴിയുമ്പോൾ എഗെയിൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്കിവിടെ പ്രസ് ചെയ്യുക, ഷെയർ കൊടുക്കുക, സേവ് ചെയ്യുക. നമുക്ക് ഏതിനകത്ത് വേണം സേവ് ചെയ്യാനുള്ളതെന്നുള്ളത് ഏത് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സേവ് ആവും. അതുപോലെ അതല്ല നിങ്ങൾക്ക് ഇത് സേവ് ചെയ്ത സാധനം ഷെയർ ചെയ്യണമെങ്കിൽ വൺസ് ഇത് നമ്മൾ സേവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിവിടെ ഓപ്ഷൻ കാണിക്കും, ഷെയറിൻ്റെ ഓപ്ഷൻ കാണിക്കും. അങ്ങനെ നമുക്ക് ഡയറക്റ്റായിട്ട് വേണമെങ്കിൽ ഇമെയിലിലേക്കോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഷെയർ ചെയ്യണേ അങ്ങനെ ഡയറക്റ്റായിട്ട് ഷെയർ ചെയ്യുകയും നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പം നമ്മൾ സേവ് ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു ഷെയറിൻ്റെ ബട്ടൺ കാണിക്കാത്തത്. അതുപോലെ നമ്മൾ ഈ റൈറ്റ് സൈഡിലേക്ക് വരുമ്പോഴത്തേനും ടേബിളിൻ്റെയും സെല്ലിൻ്റെയും നമുക്ക് ടെക്സ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കസ്റ്റമൈസ് ചെയ്ത് ഫോണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ നമുക്ക് ഇതേപോലെ കസ്റ്റമൈസ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. സെൻറ്റർ അലൈൻ ചെയ്യണോ അതോ റൈറ്റ് അലൈൻ ചെയ്യണോ ലെഫ്റ്റ് അലൈൻ ചെയ്യണോ ജസ്റ്റിഫൈ ചെയ്യണോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ ചെയ്യാൻ പറ്റും. നമുക്ക് സെല്ലിന് ബോർഡേഴ്സ് നമുക്ക് കൊടുക്കണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്യാൻ പറ്റും. നമ്മൾ ഇത് വലിച്ചിട്ട് നമ്മൾ ഇതിനകത്ത് ഏതാണോ ബോർഡർ കൊടുക്കേണ്ടത് അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോർഡറായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ടേബിൾസ് വരുന്നുണ്ട്. ടേബിൾസിൽ നമുക്ക് ഏത് റോയിൻ്റെ കോളത്തിൻ്റെയൊക്കെ സൈസ് കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു നമ്പേഴ്സ് എന്ന് പറയുന്നത്. നമ്പേഴ്സ് നമ്മുടെ എക്സലിൻ്റെ ഓൾട്ടർനേറ്റീവ്. ഞാൻ വീണ്ടും പറയുന്നതേ ഉള്ളൂ. എക്സലിൻ്റെ ഓൾട്ടർനേറ്റീവ് ആണ്. അടിപൊളി സാധനമാണ്, ഫ്രീ ആണ്. പവർ പോയിന്റിലുള്ള നമ്മൾ കീനോട്ട് നമ്മളിപ്പോൾ കണ്ടു. അതുപോലെ നമ്മൾ എക്സലിനുള്ള നമ്പേഴ്സ് ഇപ്പോൾ നമ്മൾ കണ്ടു. പേജസ് എന്ന് പറഞ്ഞ ഈ ഒരു ഇത് കാണാൻ പറ്റും. ഈ പേജസ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ന്യൂ ഡോക്യുമെൻറ്റ്, ഞാൻ ഓൾറെഡി ഇത് യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് അത് അങ്ങനെ കാണിച്ചത്. നമ്മളിതിപ്പോൾ എടുത്തു കഴിയുമ്പോൾ നമുക്ക് എക്സലിൽ അങ്ങനെയാണ്. ഞാനിപ്പോൾ എക്സലിൽ നിങ്ങളെ പെട്ടെന്ന് ഞാനൊന്ന് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് നമുക്ക് ഇതിൻ്റെ ഒരു ഡിഫറൻസ് വരുന്നത്. നമ്മൾ എക്സലല്ല, നമ്മുടെ ഈ ഒരു വേർഡിലേക്ക് വരുമ്പോഴത്തേന് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഇൻ്റർഫേസ് വരുന്നത്. അതേപോലെ തന്നെയാണ് നമുക്ക് ഈ ഒരു ആപ്പിളിൻ്റെ ഒരു ഇൻ്റർഫേസ് പേജസിലേക്ക് വരുമ്പോൾ കിട്ടുന്നത്. നമുക്കിതിനകത്ത് ബ്ലാങ്ക് ആയിട്ടോ ലേഔട്ടൊക്കെ മാറ്റി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിനകത്ത് ടെംപ്ലേറ്റ്സ് വരുന്നുണ്ട്. ഇഷ്ടം പോലെ ടെംപ്ലേറ്റ്സ് നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. താഴോട്ട് പോയി കഴിഞ്ഞാലും ഇവിടെ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളിപ്പോൾ ഒരു ബ്ലാങ്ക് പേജ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക, മാക്സിമൈസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനകത്ത് നമ്മൾ എങ്ങനെയാണോ നമ്മൾ വേർഡിലൊരു പേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്കതിനകത്ത് നമ്മൾ എഡിറ്റ് പരിപാടികളൊക്കെ ചെയ്യുന്ന അതേ രീതിയിൽ തന്നെ നമ്മളിവിടെ പേജസിനകത്ത് വരുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും.
ഇതേപോലെ നമുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതുവോ, നമുക്ക് ഇതിൻ്റെ എന്താ ജസ്റ്റ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിനകത്ത് ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെ നമ്മുടെ ഇവിടെ വേർഡ് ചെയ്തോ അതേ സാധനങ്ങൾ നമുക്കിവിടെ പേജസിനകത്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ടെക്സ്റ്റ് വേണമെങ്കിൽ ടെക്സ്റ്റ് ഫീൽഡ് ആഡ് ചെയ്യാനും അങ്ങനത്തെ പരിപാടികളെല്ലാം നടക്കും. ഷേപ്സ്, മീഡിയ, ഇൻസേർട്ട് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. നമുക്ക് ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ കണ്ടു വളർന്നുകൊണ്ടാണ് നമുക്ക് ഈ ഒരു എന്താ പറയുക ഈ ഒരു ലേഔട്ടിനോട് നമുക്കൊരു പ്രിയം എന്ന് പറയുന്നത്. പക്ഷേ അതേ സമയത്ത് നമ്മൾ ഇപ്പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ അത്ര കണ്ടുവരാത്ത ഒരു സാധനമാണ്. പക്ഷേ നമ്മൾ യൂസ് ചെയ്ത് വേണമെങ്കിൽ കഴിയുമ്പോൾ നമ്മളിത് നന്നായിട്ട് എന്താ പറയുക നമ്മൾ തന്നെ യൂസ്ഡ് ആവും, അത്രേ ഉള്ളൂ. അപ്പോൾ ആരെങ്കിലൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ എന്തായാലും ചെയ്തു നോക്കുക. നല്ലൊരു അടിപൊളി സോഫ്റ്റ്വെയർ തന്നെയാണ് നമ്മുടെ ഈ ഒരു പേജസ്, അതുപോലെ കീ നോട്ട്, ഈ സാധനങ്ങൾ നമ്പേഴ്സ് എന്നൊക്കെ പറയുന്നത് നിങ്ങളെന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ വിൻഡോസിൻ്റെ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നത് അതേ രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു ആപ്പിൾ സോഫ്റ്റ്വെയർസും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആണ്. ഞാൻ ഇതിനകത്ത് ജസ്റ്റ് നിങ്ങൾക്കൊരു ഇനീഷ്യലി ഇതെന്തൊക്കെയാണ് എന്നുള്ള രീതിയിൽ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ വീഡിയോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. താങ്ക് യു, ബൈ.